Hi, welcome to Lash Class. പൊളിറ്റിക്കൽ ഐഡിയാസ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നിയമങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മളിവിടെ ഈ പാർട്ടിലെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടുകൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വ്യക്തി ജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ സംബന്ധിച്ച നിബന്ധനകളാണ് നിയമങ്ങൾ. നമുക്കറിയാം, നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ എങ്ങനെ പെരുമാറരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അങ്ങനെയുള്ള നിയമങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. അവിടെ നിരോധനമാണ് വരുന്നത്. ചില രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ദേശീയ ഗാനം, അതുപോലെ ദേശീയ പതാക തുടങ്ങിയവയെ ബഹുമാനിക്കണം എന്നുള്ള ഒരു നിയമത്തെ കുറിച്ചിട്ട് നമുക്കറിയാം. ആ രീതിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, അതുപോലെ എങ്ങനെ പെരുമാറരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമാണ് നമ്മൾ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഭരണകൂടം നടപ്പിലാക്കുന്ന ഇത്തരം നിയമങ്ങൾ ലംഘിക്കുന്നത് ശിക്ഷാർഹമാണ്. പിന്നെ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നാണ് നിയമങ്ങൾ വരുന്നത്. അതായത് ഭരണകൂടത്തിൽ നിന്നാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കുന്നതുമാണ്. നമുക്കറിയാം, നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചെറിയ നിയമലംഘനങ്ങളാണെങ്കിൽ അതിനൊരു പക്ഷേ പിഴ അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള ശിക്ഷകളോ, ഇനി വലിയ നിയമലംഘനങ്ങളാണെങ്കിൽ അതിന് ജയിൽ ശിക്ഷ പോലുള്ള ശിക്ഷകളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. സമൂഹത്തിന്റെ പൊതുവായ നന്മയെ ലക്ഷ്യമാക്കിയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യര് ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരാളുടെ പെരുമാറ്റങ്ങൾ, ഒരാളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ആകരുത് എന്നുള്ള കാര്യവും, ഒരാൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയണം എന്നുള്ളതുമാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നത്. ആ രീതിയിൽ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള നന്മയെ ലക്ഷ്യമാക്കിയിട്ടാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അടുത്തത് സോഴ്സസ് ഓഫ് ലോ. എവിടെ നിന്നാണ് നിയമങ്ങൾ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഭരണകൂടമാണ് അത് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ്, സോഴ്സിൽ നിന്നാണ് ഈ നിയമങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിലാദ്യം വരുന്നത് കസ്റ്റംസ് ആണ്. കസ്റ്റം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ആചാരങ്ങൾ അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായിട്ട് പിന്തുടരുന്ന പെരുമാറ്റ രീതികളാണ് നമ്മൾ കസ്റ്റംസ് എന്ന് പറയുന്നത്. അതാണ് നിയമത്തിന്റെ ആദ്യ ഉറവിടം. നമുക്കറിയാം, ഈ ജനാധിപത്യ സംവിധാനവും ഇന്നത്തെ രീതിയിലുള്ള ഭരണകൂടങ്ങളും എല്ലാം നിലവിൽ വന്നിട്ട് അധിക കാലമായിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതും അതിനുശേഷമാണ് ഭരണഘടനയും നിയമങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതിന് എത്രയോ കാലം മുമ്പ് മനുഷ്യർ സമൂഹമായിട്ട് ജീവിച്ചിരുന്നതാണ്. അങ്ങനെ സാമൂഹികമായിട്ട് ജീവിക്കുന്ന കാലത്ത് തന്നെ മനുഷ്യർക്ക് ചില പെരുമാറ്റ രീതികളും ചില ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഈ പുതിയ ഒരു ഭരണക്രമവും മറ്റു വരുന്ന സമയത്ത് പുതിയ നിയമത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ നിയമത്തിന്റെ ആദ്യ ഉറവിടമായിട്ട് കാണുന്നത് കസ്റ്റംസ്, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് മനുഷ്യർ പിന്തുടരുന്ന പെരുമാറ്റ രീതികൾ. അപ്പൊ അതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വിവാഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിവാഹ മോചനത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ മനുഷ്യര് സമൂഹമായിട്ട് ജീവിക്കുന്ന കാലത്ത് തന്നെ ഉള്ള പെരുമാറ്റ രീതികളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയ കാലഘട്ടത്തിലും നിയമമായിട്ട് വന്നിരിക്കുന്നത്. ആ രീതിയിൽ കസ്റ്റംസ് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള പെരുമാറ്റ രീതികളാണ് നിയമത്തിന്റെ ആദ്യത്തെ ഉറവിടം. നിയമത്തിന്റെ അടുത്ത പ്രധാനമായിട്ടുള്ള ഉറവിടം വരുന്നത് റിലീജിയൻ അല്ലെങ്കിൽ മതങ്ങളാണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള പെരുമാറ്റ രീതികളായിട്ടുള്ള കസ്റ്റമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആദ്യകാല സമൂഹങ്ങളിൽ നിയമങ്ങൾ രൂപപ്പെടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് മതങ്ങളാണ്. നമുക്കറിയാം, ഇന്നത്തെ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് മനുഷ്യരുടെ നിയമങ്ങളെല്ലാം മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉണ്ടായിരുന്നത്. വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ മതങ്ങൾ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു. ഓരോ മതത്തിലും ആളുകളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് തുടങ്ങിയിട്ടുള്ള നിയമങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യ സമൂഹം ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ മനുഷ്യ മനസ്സുകളിൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടവയാണ്.
നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഈ ജനാധിപത്യ സംവിധാനമൊക്കെ നിലവിൽ വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് മനുഷ്യർ ഇത്തരം മതസമൂഹങ്ങളിലാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം പെരുമാറ്റ രീതികൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ സ്ഥാനമുറപ്പിച്ചുകയും അവർ പിന്തുടരുകയും ആയത് കാരണം കൊണ്ട് പുതിയ കാലഘട്ടത്തിലുള്ള നിയമങ്ങളിൽ ഈ മതത്തിൽ നിന്നുള്ള നിയമങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് അറിയാം. ഇന്ത്യയിൽ ഹിന്ദു നിയമങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഹിന്ദു മാരേജ് ആക്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മുസ്ലിം വ്യക്തി നിയമം, ക്രിസ്ത്യൻ നിയമം തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ആ നിയമങ്ങൾ പിന്തുടരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ മതങ്ങളും മതനിയമങ്ങളും ഇന്നത്തെ കാലത്തും ഈ രീതിയിൽ നിയമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉറവിടമായിട്ട് വരുന്നുണ്ട്. അടുത്ത ഒരു ഉറവിടമായിട്ട് നമുക്ക് വരുന്നത് ഇക്വിറ്റിയാണ്, അതായത് നീതിബോധം. അതുപോലെ തന്നെ ജുഡീഷ്യൽ കമന്ററി, ജുഡീഷ്യൽ ഡിസിഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഓരോ പരാമർശങ്ങൾ, കോടതിയുടെ ഓരോ വിധികൾ, അതുപോലെ തന്നെ ഈ നീതിബോധത്തിനനുസരിച്ചിട്ട് കോടതി പറയുന്ന കാര്യങ്ങൾ നിയമങ്ങൾക്ക് ഉറവിടമായിട്ട് വരുന്നുണ്ട്. അത് പ്രധാനമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ നിലവിൽ നിയമങ്ങളില്ലാത്ത വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതി നീതിബോധത്തിന് അനുസരിച്ചിട്ട് വിധികൾ പ്രസ്താവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ടു പ്രൈവസി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. സ്വകാര്യതയ്ക്കുള്ള നിയമം എന്ന് പറഞ്ഞിട്ട് 2017 വന്നിട്ടുള്ള നിയമമാണ്. അത് നിലവിൽ വരുന്നത് ഒരു കോടതിയുടെ പരാമർശം ഒരു ഘടകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ആദ്യകാലത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാലത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അതുപോലെ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇന്ററാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമം അല്ലെങ്കിൽ ഒരു കേസ് കോടതിയുടെ മുമ്പിൽ വരുന്ന സമയത്ത് അത് എന്താണ്, മുൻപ് നിയമമില്ലാത്ത ഒരു വിഷയം എന്നുള്ള രീതിക്ക് കോടതി നീതിബോധത്തിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രസ്താവന അതിനകത്ത് നടത്തും. അങ്ങനെ സ്വകാര്യത എന്ന് പറയുന്നത് വ്യക്തികളുടെ അവകാശമാണ് എന്നുള്ളൊരു പ്രസ്താവനയാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു നിയമം രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്നുള്ള പേരിലുള്ള ഒരു നിയമമുണ്ട്. അതും ഈ കോടതിയുടെ പരാമർശങ്ങൾ ഒക്കെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ്. പിന്നെ നമുക്ക് അറിയാവുന്നതാണ് ഈ പൊതു താല്പര്യ ഹർജികൾ എന്നുള്ള പേരിൽ പല ആളുകളും കോടതിയിൽ ഇതുപോലെ പെറ്റീഷൻ കൊടുക്കും. അതിലും ഇതുപോലെ ഒന്നുകിൽ നിലവിൽ നിയമങ്ങളില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഉള്ള വിഷയങ്ങളോ ഒക്കെയാണ് കോടതിയുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ കോടതി അതിൽ നീതിബോധത്തിന് അനുസരിച്ചിട്ടുള്ള പ്രസ്താവനകളും വിധികളും നടത്തും. അതിന് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ രൂപപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ നീതിബോധം, അതുപോലെ തന്നെ ജുഡീഷ്യൽ കമന്ററി, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഡിസിഷൻസ്, കോടതിയുടെ പ്രസ്താവനകൾ, കോടതിയുടെ വിധികൾ തുടങ്ങിയവ പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിന് കാരണമാവും. അത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, നിലവിൽ നിയമങ്ങൾ ഇല്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ട് കോടതിക്ക് മുമ്പിൽ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ കാലഹരണപ്പെട്ടിട്ടുള്ള ഒരു നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ വരുന്ന സമയത്ത് നീതിബോധത്തിന് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകളും വിധികളും കോടതികൾ നടത്തും. അത് പിന്തുടർന്നുകൊണ്ട് പിന്നീട് നിയമങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകും. പിന്നീട് വരുന്നത് സയന്റിഫിക് കമന്ററീസ്, അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ നിയമങ്ങൾക്ക് ഉറവിടമാകാറുണ്ട്. ഇത് ഒന്നുകിൽ കോടതിയിൽ ഏതെങ്കിലും കേസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ വാദഗതികളായിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ചർച്ചകളായിട്ട് വരുന്ന വിഷയങ്ങളായിരിക്കാം. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, നിങ്ങൾക്കറിയാം എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ള കീടനാശിനി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമുണ്ട്. അത് എങ്ങനെ വരുന്നതാണ്? ഇതുപോലെ ആ വിഷയത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം അവർ പറയുമ്പോൾ അതിന് സ്വാധീനിക്കപ്പെട്ടിട്ടാണ് ആ നിയമം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധിക്കപ്പെടുന്ന ഒരു നിയമത്തെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഒന്ന് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിക്കുക, അതല്ലെങ്കിൽ ഇത്ര മൈക്രോൺ എന്നുള്ള രീതിയിൽ ഇത്ര ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നിയമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത്തരം നിയമങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ്? ഈ വിഷയത്തിൽ, പാരിസ്ഥിതിക വിഷയത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അവരുടെ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാവുന്നത്. ആ രീതിയിൽ ഈ സയന്റിഫിക് കമന്ററീസിൽ നമ്മൾ പറയുന്നത് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ, ഓരോ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ ഇതുപോലെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഏറ്റവും കൂടുതലായിട്ടുള്ളതും ലെജിസ്ലേഷൻ ആണ്. നമുക്കറിയാം നിയമനിർമ്മാണം.
നമുക്ക് നിയമനിർമ്മാണ സഭകളുണ്ട്. പാർലമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ നിയമസഭ എന്ന് പറയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണ സഭകളുണ്ട്. അവിടെ പാസ്സാക്കി എടുത്തിട്ടാണ് രാജ്യത്ത് നിയമങ്ങൾ നിലവിൽ വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ളതും ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതുമായിട്ടുള്ള നിയമങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്നത് ലെജിസ്ലേഷനാണ്, അല്ലെങ്കിൽ നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണ സഭകൾ പുതിയ നിയമങ്ങൾ പാസ്സാക്കി എടുത്തുകൊണ്ടാണ് പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, ഈ കാലഹരണപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അവർ പുതുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആധുനിക ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിയമങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളാണ്. നമ്മൾ പാർലമെന്റ്, അതുപോലെ തന്നെ നിയമസഭ എന്ന് പറയുന്ന സംവിധാനങ്ങളാണ്. അവിടങ്ങളിൽ പാസ്സാക്കി എടുത്തുകൊണ്ടാണ് ഈ പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷനിൽ വരുന്നത് കൈൻഡ്സ് ഓഫ് ലോസ് ആണ്, അതായത് ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങളാണുള്ളത് എന്നാണ് പറയുന്നത്. ആദ്യം വരുന്നത് ഇന്റർനാഷണൽ ലോ. നമുക്കറിയാം രാജ്യാന്തര നിയമങ്ങൾ എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും ഇടപെടലുകളും നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളാണ്. ഈ നിയമങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കുന്നതിനും അതുപോലെ നിർമ്മിക്കുന്നതിനും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഉള്ള നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കോടതികൾക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു പരമാധികാര സംവിധാനമായതുകൊണ്ട് അവരുടെ മേൽ ഇതുപോലെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് ഉള്ളത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ഒരു പരസ്പര വിശ്വാസത്തിന്റെയും അതുപോലെ ഉടമ്പടികളുടെയും ഭാഗമായിട്ടാണ് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ഇന്റർനാഷണൽ ലോയിൽ നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇടപെടലിനെ നിയന്ത്രിക്കുന്നത് അന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഈ യുദ്ധ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ്. അതുപോലെ വരുന്ന മറ്റു കാര്യങ്ങൾ ഈ ബാലാവകാശം, കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ഐക്യരാഷ്ട്രസഭ ചില മാനദണ്ഡങ്ങൾ, നിബന്ധനകൾ വയ്ക്കും. അപ്പോൾ സാധാരണഗതിക്ക് അതൊരു ഇന്റർനാഷണൽ ലോ എന്നുള്ള രീതിയിൽ രാജ്യങ്ങൾ അവരവരുടെ രാജ്യത്ത് അത് നടപ്പിലാക്കും. പക്ഷെ അത് നടപ്പിലാക്കാൻ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സാഹചര്യം എന്തില്ല, ഈ ഇന്റർനാഷണൽ ലോയെ സംബന്ധിച്ചിട്ട് ഇല്ല. പിന്നെ വരുന്നത് നാഷണൽ ഓർ മുനിസിപ്പൽ ലോയാണ്. അതാണ് ഒരു രാജ്യത്തിന് അകത്തുണ്ടാവുന്ന നിയമങ്ങൾ. അത് നമുക്കറിയാം ഒരു രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളാണ്. പൗരന്മാരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടും കർത്തവ്യങ്ങളെ സംബന്ധിച്ചിട്ടുമായിട്ടുള്ള കാര്യങ്ങളാണ് നാഷണൽ ഓർ മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത്. അത് നാഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജ്യത്ത് മുഴുവനുള്ള നിയമമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളമുള്ള നിയമമാണ് നമുക്ക് നാഷണൽ ലോ എന്ന് പറയാം. ഇനി അതുപോലെ കേരളത്തിലുള്ള നിയമം, തമിഴ്നാട്ടിലുള്ള നിയമം എന്നുള്ള രീതിയിൽ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത്. ഈ രീതിയിൽ പൗരന്മാരെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളാണ് നാഷണൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്നതാണ്. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതാണ്. അത് ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷകളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. പിന്നെ വരുന്നത് പബ്ലിക് ലോയാണ്. പബ്ലിക് ലോയിൽ വരുന്നത് ഒരു പൗരനും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പബ്ലിക് ലോക്കകത്ത് വരുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നികുതികൾ പിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എത്രയാണ് ഇൻകം ടാക്സ്, അല്ലെങ്കിൽ എത്രയാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി, ടാക്സ് എത്രയാണ്, ടാക്സ് അടച്ചിട്ടില്ലെങ്കിലുള്ള ശിക്ഷ എന്താണ്, തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഭരണകൂടവും പൗരന്മാരും തമ്മിലുള്ള കാര്യങ്ങൾ. അതുപോലെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഓരോ സർക്കാർ സംവിധാനത്തിന്റെയും കടമകൾ എന്താണ്, അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. കുറ്റകൃത്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കകത്ത് പബ്ലിക് ലോ ആയിട്ടാണ് വരുന്നത്. കാരണം ഒരു കുറ്റകൃത്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് ആ കേസ് വാദിക്കുന്നത്. അതിൽ ഒരാൾക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിമിനൽ കേസിനകത്ത് പരാതി പിൻവലിക്കാനൊന്നും സാധിക്കില്ല. സിവിൽ കേസുകളാണ് നമുക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പിൻവലിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ക്രിമിനൽ കേസുകൾ എന്താണ്, ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തുന്ന കേസുകളാണ്. അപ്പോൾ ഒരു കുറ്റകൃത്യം നടക്കുന്നത് എന്താണ്, ഒരു പൗരനും ഗവൺമെന്റും തമ്മിലുള്ള വിഷയമായിട്ടാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ നികുതികൾ തുടങ്ങിയിട്ടുള്ള ഈ പൗരന്മാരും ഗവൺമെന്റും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് പബ്ലിക് ലോക്കകത്ത് വരുന്നത്. പിന്നെ വരുന്നത് പ്രൈവറ്റ് ലോയാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെ നമുക്കറിയാം, അത് സ്വകാര്യമായിട്ടുള്ള നിയമമാണ്, വ്യക്തികൾ തമ്മിലുള്ള നിയമമാണ്. നേരത്തെ നമ്മൾ പബ്ലിക് ലോയിൽ പറഞ്ഞത് വ്യക്തികളും ഭരണകൂടവും തമ്മിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിയമമാണെങ്കിൽ പ്രൈവറ്റ് ലോയ്ക്കകത്ത് വരുന്നത് വ്യക്തികളോ അല്ലെങ്കിൽ ഇതുപോലെ സംഘങ്ങളോ ആളുകൾ തമ്മിൽ പരസ്പരം ഉള്ള
കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഈ പ്രൈവറ്റ് ലോയിൽ വരുന്നത്. അത് നമുക്കറിയാം, ഈ കുടുംബ സ്വത്ത് ഭാഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആളുകൾ തമ്മിൽ ഈ വസ്തു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ആളുകൾ തമ്മിൽ കരാറുകൾ രൂപപ്പെടുന്നത് നമുക്കറിയാം, വാടക കരാറ്, അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകൾ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആളുകൾ പൗരന്മാർ പരസ്പരം ബന്ധപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് പ്രൈവറ്റ് ലോയ്ക്കകത്ത് വരുന്നത്. ഇനിയുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്. അത് ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഭരണകൂടത്തിന്റെ അധികാരവും കർത്തവ്യങ്ങളും, ഭരണകൂടത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ. ഇപ്പൊ വ്യത്യസ്ത വിഭാഗങ്ങൾ നമുക്കറിയാം, ജുഡീഷ്യറി, അതുപോലെ തന്നെ ലെജിസ്ലേഷൻ, അതുപോലെ തന്നെ ബ്യൂറോക്രസി, അങ്ങനെയുള്ള രീതിയിൽ ഭരണകൂടത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതും അവരുടെ കർത്തവ്യങ്ങളെ സംബന്ധിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്കകത്ത് വരുന്നത്. പിന്നെയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത് ഭരണനിർവാഹകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ കർത്തവ്യങ്ങളെയും പെരുമാറ്റങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ സേവന അവകാശ നിയമം എന്നുള്ള നിയമത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളൊരു സർക്കാർ ഓഫീസിൽ ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് അതിനെന്ത് ചെയ്യണം, മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് പാസ്സാക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ആ രീതിയിൽ ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങളും പെരുമാറ്റവും സംബന്ധിച്ചിട്ട് വരുന്ന നിയമങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയ്ക്കകത്ത് വരുന്നത്. ഇനി ഈ സെക്ഷനിൽ ലാസ്റ്റ് വരുന്നത് കോമൺ ലോ അല്ലെങ്കിൽ സിവിൽ ലോയാണ്. ആചാരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളാണ് കോമൺ ലോ എന്ന് പറയുന്നത്. അതായത് അത് എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങളായിരിക്കില്ല, അത് ആചാരങ്ങളിൽ അല്ലെങ്കിൽ പെരുമാറ്റ രീതികളിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പൊ നമുക്കറിയാം, നമ്മൾ മുതിർന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബസ്സിൽ പോയ സമയത്ത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സീറ്റ് അയാൾക്ക് എഴുന്നേറ്റ് കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ അത് എഴുതപ്പെട്ട നിയമമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ബസ്സിൽ എന്തുണ്ട്, മുതിർന്ന ആളുകൾക്ക് എന്നുള്ള പേരിൽ റിസർവ് ചെയ്തിട്ടുള്ള സീറ്റ് ഉണ്ട്, അത് അവർക്ക് കൊടുക്കണം എന്നുള്ളത് എഴുതപ്പെട്ടിട്ടുള്ള നിയമമാണ്. അതല്ലാതെ ഉള്ള വേറെ കോമൺ ആയിട്ടുള്ള ഒരു സീറ്റിനകത്ത് മുതിർന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കൊടുക്കണം എന്ന് പറയുന്നത് എന്തല്ല, എഴുതപ്പെട്ടിട്ടുള്ള ഒരു നിയമമല്ല. പക്ഷെ അതെന്താണ്, അതൊരു ആചാരമാണ്, അല്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് പിന്തുടരുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ഇതുപോലെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം എന്നുള്ളത്. ആ രീതിയിൽ എഴുതപ്പെടാത്ത നിയമങ്ങളെയാണ് നമ്മൾ കോമൺ ലോ എന്ന് പറയുന്നത്. ഈ കോമൺ ലോ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഇല്ലാത്ത കാര്യമാണ്. ഇല്ലാത്തത് എന്ന് ഉദ്ദേശിക്കുന്നത് കോടതിയിൽ ഈ കോമൺ ലോയ്ക്ക് സ്ഥാനമില്ല. ഇന്ത്യയിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് കോടതി പരിഗണിക്കുള്ളൂ. എന്നാൽ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം കോമൺ ലോയും അവർ പരിഗണിക്കാറുണ്ട്. ഇനി എഴുതപ്പെടുമ്പോൾ നമ്മൾ ആ നിയമങ്ങളെ സിവിൽ ലോ എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.